എല്ലാവർക്കും ഷാഹിദിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് മറ്റൊരു ദിവസത്തിൻ്റെ തുടക്കത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹാർദവമായ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന, അതായത് എല്ലാവർക്കും ദൈവം ഇന്ന് കരുണയും കാരുണ്യവും അതേപോലെ തന്നെ നല്ല ജോലി ചെയ്യാനായിട്ടുള്ള നല്ല മനസ്സും അതേപോലെ ശാരീരികമായിട്ടുള്ള ആരോഗ്യവും ആഫിയത്തോടും കൂടിയ ദീർഘായുസ് അവർക്കും അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദിനം ഇവിടെ ആരംഭിക്കുന്നു. ഞാൻ ഇന്ന് പറയാനായിട്ട് എൻ്റെ ജീവിതത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഉള്ളിൽ വരുന്ന ഐഡിയോളജീസാണ് ഞാൻ എൻ്റെ വ്ലോഗ് ത്രൂ പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു വീട്, ആ വീടിന് ഒരുപാട് ഡോറുകൾ ഉണ്ടാവും. അതെല്ലാം അകത്തു നിന്ന് കുറ്റിയിട്ടിട്ടുള്ളതാവാം. എന്നാൽ പ്രധാന കവാടമുണ്ട്. ആ കവാടത്തിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. ആ ലോക്ക് സിസ്റ്റത്തിന് അതിനേക്കാൾ ചെറുതായിട്ടുള്ളൊരു കീ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ഒരു കീ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എൻറ്റയർ ഹോമാണ് ആക്സസ് ആയിട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രവൃത്തികളുടെ ആക്സസ് ആയിട്ട് വരുന്ന ചിന്തകൾ. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഔട്ട്പുട്ട് തീരുമാനിക്കുന്ന പല കാര്യങ്ങളുടെയും കീ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു ദിവസം 65,000-ലധികം ചിന്തകൾ നമ്മളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചിന്തകളിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് സംസാരിക്കാനും നമ്മളോട് തന്നെ സെൽഫ് ടോക്ക് ചെയ്യാനും നമ്മളോട് തന്നെ അഫേം ചെയ്ത് നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അസാമാന്യമായ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത റിസൾട്ട്. അപ്പോൾ ആ റിസൾട്ടുകളിലേക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആക്ഷനും കൂടി വേണം. ചിന്തകൾ, തോട്ട്സ് പ്ലസ് ആക്ഷൻ ഈക്വൽസ് സക്സസ്ഫുൾ ജേർണീസ്. അതായത് ആ ഒരു നടത്തം, അങ്ങനെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരിക. അപ്പോൾ സക്സസ് ആയിട്ട് മുന്നോട്ട് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോസിറ്റീവ് വൈബുള്ള ചിന്തകളെ കൊണ്ട് നിറക്കണം. ആ ചിന്തകളെ കൊണ്ട് നിറക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന പാറ്റേൺ നമ്മളൊന്ന് മാറ്റണം. നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന കുറേയധികം ഷോർട്ട് വീഡിയോസ് ഉണ്ട്. 8 സെക്കൻഡ് 10 സെക്കൻഡൊക്കെ നമ്മൾ വിനിയോഗിക്കുന്ന ഷോർട്ട് വീഡിയോസ്. ആ ഷോർട്ട് വീഡിയോസിൻ്റെ അൽഗോരിതം മാറ്റാനായിട്ട് നമ്മളൊന്ന് തയ്യാറാകണം. നമ്മൾ മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കണമെന്നോ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് വേണ്ടത്, നമ്മുടെ ജോലി ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ അതിന് എളുപ്പമാക്കാൻ ഭാഗത്ത് നമുക്ക് എക്സൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എക്സൽ പഠിക്കാനായിട്ട് നമ്മളത് യൂസ് ചെയ്യുക. എക്സലിൻ്റെ ഫോർമുലാസ് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുക. അല്ല, നമ്മൾക്ക് ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്, അല്ലെങ്കിൽ വീഡിയോസ് അല്ല മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിനെ പഠിക്കാനായിട്ട് നമ്മൾ ആ മൊബൈൽ യൂസ് ചെയ്യുക. അതേപോലെ നമുക്ക് എങ്ങനെ ഒറ്റയ്ക്കിനി നമുക്ക് എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ലോ കോസ്റ്റിൽ സാധിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം വേണ്ട രീതിയിലുള്ള വീഡിയോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ അൽഗോരിതം നമുക്ക് ആ ടൈപ്പ് വീഡിയോസ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഒരു ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ജെന്യുവൻലി എല്ലാവരും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സക്സസ് എന്നൊരു കാര്യം അത് എക്സലൻറ്റ് എന്നൊരു വേർഷനിൽ കൂടെ നമ്മളിലോട്ട് കടന്നു വരും. എക്സലൻസി എന്നൊരു സംഭവം കിട്ടാനായിട്ട് പാടാണ്. ഞങ്ങൾ മുസ്ലിംസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇഹ്സാൻ എന്ന് പറയും അതിന്. എക്സലൻസ്, ആ ഒരു വാക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുന്നത് പോലെ ജീവിക്കലാണ്. ഇനി താൻ കാണുന്നില്ലെങ്കിലും ദൈവം തന്നെ കാണുന്നുണ്ടെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി ജീവിക്കുക. അതിനർത്ഥം എല്ലാ തരത്തിലും നമ്മളിലേക്ക് വരുന്ന എല്ലാ വീഡിയോസ് ആയിക്കോട്ടെ, നമ്മളിലേക്ക് വരുന്ന എല്ലാ ശബ്ദവും ആയിക്കോട്ടെ, നമ്മളിലേക്ക് വരുന്ന എല്ലാ ആൾക്കാരും ആയിക്കോട്ടെ, എല്ലാം ദൈവത്തിൻ്റെ ടച്ചോടുകൂടി വരുന്നതാണ്. അതിൽ നമ്മൾ ആ കൃത്യതയും വ്യക്തതയോടും കൂടി നമ്മൾ ആ ദൈവത്തിൻ്റെ ടച്ചാണല്ലോ ഇത് എന്ന് മനസ്സിലാക്കുന്നൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭമാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. ആ വാല്യുബിൾ ആയിട്ടുള്ള സന്ദർഭത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇറ്റ്സ് മീ ഷാഹിദ്, സൈനിങ് ഓഫ് ഫ്രം ഹോക്കറാസ്. ഗുഡ് ബൈ.